ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ അവസാന വിഭവമായ പായസം മേക്കിങ്ങിലാണ് ഇവിടെ എല്ലാവരും. ബാക്കി എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം അമ്മ പായസം ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മൂത്തൻ്റെ കുറച്ച് ഡാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക. അത് തന്നെയാണ് ഞങ്ങളിവിടുത്തെ മെയിൻ പണി എന്ന് പറയുന്നത്. പിന്നെ അത് അമ്പാടി ഇതെല്ലാവരും വീഡിയോ നന്നായി ക്യാപ്ചർ ചെയ്ത് എടുക്കുന്നുണ്ട്. അവൻ എൻ്റെ വീഡിയോഗ്രാഫറായി എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാമൻ്റെ വക ഇവിടെ ബോഡി ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ ഷോ ആണ്, ആർക്ക് വേണമെങ്കിലും വന്ന് കാണാവുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരുന്ന ഒരു ഇലയിൽ ഫുൾ വിഭവം വിളമ്പി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. പിന്നെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴും നമ്മളെ ഉന്നെന്ന് പറയുന്നത് അന്നമാണല്ലോ. അപ്പോൾ അവിടെ എത്തിപ്പാടില്ല ഞങ്ങൾ വയറൊക്കെ നിറച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാവം തക്കും നമ്മളെല്ലാവരും കഴിക്കുന്നത് ഇങ്ങനെ മാറി മാറി നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ വെച്ച് തന്നെ കഴിക്കുന്നു. ഞങ്ങൾ ഈ കാടമുട്ടയും അതുപോലെ തന്നെ കല്ലുമ്മക്കായൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാമനത് അത് കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്. ഇനി സൂപ്പറാണ്, എല്ലാവരും കഴിച്ചു എന്ന് ഉറപ്പൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കാരണം ഇവനാണെങ്കിൽ ആ ബീച്ചിൻ്റെ സൗണ്ടും ആ വെള്ളമൊക്കെ കണ്ടിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. പിന്നെ അമ്പാടിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല. അവൻ ഈ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുക. കാണുന്ന ഈ കുഴികളിലൊക്കെ പോയി തോണ്ടി നോക്കുകയാണ് ഞണ്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഞണ്ടിനെ പിടിക്കണം. അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞണ്ടിനെ പിടിക്കലായിരുന്നു. അങ്ങനെ കാണുന്ന എല്ലാ തുളയിലും എന്നെ കൂട്ടിക്കൊണ്ട് ദീദി ഇവിടെ ഞണ്ടുണ്ട്, നമുക്കിവിടെ തുറന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഞങ്ങൾ മാന്തി വെക്കുന്നുണ്ട്. പക്ഷേ ഞണ്ടിനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അവൻ അതിനേറെ നിരാശയും ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അടുത്ത തവണ വരുമ്പോൾ അതിൻ്റെ ടൂൾസൊക്കെ ആയിട്ട് വരാം. ഇനി അവൻ കൈക്കോട്ടോ കോടാലോ എന്തൊക്കെയോ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ അതിൽ തിരഞ്ഞ് നടന്നു. വല്ല ഞണ്ടിനെ കിട്ടിയാലോ, പക്ഷേ ഞങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അവസാനം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 3D എഫക്റ്റിലുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൻ പ്ലേ ചെയ്ത് അവൻ ചെയ്ത് ഫസ്റ്റ് റോളർ കോസ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ആളിങ്ങനെ നിന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഐശ്വര്യതി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഈ ഐശ്വര്യതി. പമ്പാടി എരിവും ഞങ്ങളെല്ലാവരും മധുരമായിട്ടുള്ള വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ കുറേ അത് രീതിയിലൊക്കെ നടന്നു. എനിക്കാണ് ഐശ്വര്യതി ഇങ്ങനെ ഫ്ലേവറിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ഐസ് ഇങ്ങനെ ഉരച്ചത് മാത്രം കഴിക്കാനാണ്. നിങ്ങൾക്കറിയാലോ എനിക്ക് ഐസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ പ്രാന്താണല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ഇരുടായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കോ ഷെയറോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് എത്രയോളം ടിറ്റ ബൈ, ലവ് യു.